ഹായ് ഫ്രണ്ട്സ്, അഗിഷ്മ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പം എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് മുന്നേ ഒരു 5-6 മാസമെങ്ങാനും ആയിട്ടുണ്ടാവും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം അങ്ങനെ കുറച്ച് പേരെങ്കിലും അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഷോർട്സോ ലൈവോ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. രണ്ടാമതും തുടങ്ങുകയാണ്. പഴയ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ പോസ് മാറാനും പിന്നെ പിമ്പിൾസ് മാറാനും അതുപോലെ പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കിന്നിനുണ്ടാകുന്നൊരു പെട്ടെന്നൊരു ബ്രൈറ്റനിങ് കിട്ടാനും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഫേസ് മാസ്കാണ്. ഈ മാസ്ക് എന്ന് പറയുമ്പോൾ ഡെയിലി ഇടാൻ ഒട്ടും പാടില്ല. നമ്മൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇടുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. നമ്മൾ സ്കിൻ എത്രത്തോളം നോക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എഫക്റ്റ് ഉണ്ടാവും. ഈ പാക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എത്ര റിസൾട്ട് ഉണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നൊരു ഫേസ് മാസ്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ അടുപ്പിച്ച് ഇത് ചെയ്യുന്നൊരു ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് മാസ്ക് കൂടിയാണ് കേട്ടോ. അപ്പം എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്ന് പൊടി കേട്ടോ. ഉഴുന്ന് പൊടിച്ചിട്ട് അത് അരിച്ചെടുത്തതാണ്. പിന്നെ ഉലുവ പൗഡറാണ്. ഉലുവ പൗഡർ ഞാൻ പാക്കറ്റായിട്ട് മേടിച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചോ. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീട്ടിൽ പൊടിച്ചാലും മതി. അപ്പം എൻ്റെ ഹെൽപ്പിങ്ങിന് എൻ്റെ മോളുണ്ട് കേട്ടോ മിക്സ് ചെയ്യാനൊക്കെ. അവൾക്ക് ഇങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പെൺകുട്ടികളല്ലേ, അറിയാലോ. അപ്പം നമ്മളിതിൽ തക്കാളി നീരും പിന്നെ തക്കാളിയും പാലും കൂടി അടിച്ചെടുത്തതാണ് അതിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് അലോവേറ ജെല്ല് അടിച്ചതും കൂടെ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക, നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തിട്ട് കട്ടയാവും എന്തായാലും. കുറച്ച് സമയം വയ്ക്കുമ്പോൾ ഒരു ഊറലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പച്ചപ്പാൽ ആഡ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടി ചെയ്യണം. ഞാനത് സ്കിപ്പായിപ്പോയി. നിങ്ങൾ കുറച്ച് ഹണിയും കൂടി ചെയ്യുക, എങ്കിലേ ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് മാറുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മുടിയെല്ലാം കെട്ടി വെച്ച് എൻ്റെ ഫേസിന് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഐലൈനറോ ലിപ്സ്റ്റിക്കോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉലുവയും പാലും ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഉഴുന്നിൻ്റെ പൊടിയാണെങ്കിലും ശരി, തക്കാളി ആണെങ്കിലും ശരി, അലോവേറ ജെല്ലാണെങ്കിലും ശരി, എല്ലാം ഒന്നിനൊന്ന് നല്ലതാണ് ഫേസിന്. എൻ്റെ ഫേസിന് എത്രത്തോളം മാറ്റം വരുത്താൻ പറ്റുമോ ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം നിങ്ങളുടെ ഫേസിന് മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. ഈ ഒരു പാക്കിലൂടെ നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷമായിട്ടത് കാണിക്കുന്നത്. കഴുകി വെയിലത്തല്ല, പുറത്ത് വെളിച്ചമുള്ളിടത്തേക്ക്. അപ്പോൾ കഴുത്തിൽ വേറെ കളറും മുഖത്ത് വേറെ കളറും കണ്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക. എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും തിരുത്താവുന്നതോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. അടുത്തൊരു സ്കിൻ കെയർ റിലേറ്റഡ് വരുന്നവരെ ബൈ.